ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോൺ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റോ അല്ലെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ന് നമ്മൾ സ്റ്റോൺ എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ സ്റ്റോണിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇറപ്റ്റീവ് റോക്സ് വെയർ ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് ഹോട്ട് മോൾട്ടൺ മാസ് കോൾഡ് മാഗ്മ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2: ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്ക്. ഓക്കെ, ഔട്ട് ഓഫ് ദ ഫോളോവിങ് വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിന് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ട്രൂ എന്നാണ് പറയുന്നത്. ഇനി ബി ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫാൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ ഏതാണ്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആൻസർ ഏതാണ് വരിക? ഓക്കെ, ആൻസർ ഏതാണ് വരിക? ആൻസർ വരുന്നത് ഏതാണ്ടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണല്ലേ. കാരണം എന്താണ്? നമ്മുടെ ഈ ഒരു ഇറപ്റ്റീവ് റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മ തന്നെയാണല്ലേ. കൂളിംഗ് ഓഫ് മാഗ്മ തന്നെയാണ് ഇറപ്റ്റീവ് റോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഇഗ്നിയസ് റോക്ക് തന്നെയാണ്. ഇഗ്നിയസ് റോക്കിനെയാണ് നമ്മൾ ഇറപ്റ്റീവ് റോക്ക് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഓർമ്മിക്കുക. ഈ ഒരു ഇറപ്റ്റീവ് റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നിയസ് റോക്കിനെയാണ് പറയുന്നത്. ഓക്കെ, ഇഗ്നിയസ് റോക്കിനെയാണ് ഇറപ്റ്റീവ് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇഗ്നിയസ് റോക്ക് കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മ അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇറപ്റ്റീവ് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്ലേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓക്കെ, സ്ലേറ്റ് ഏതിൻ്റെ എക്സാമ്പിളാണ്? ഓപ്ഷനിൽ സെഡിമെൻ്ററി റോക്കുണ്ട്, അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്കുണ്ട്, ഇഗ്നിയസ് റോക്കുണ്ട്, അർജിലേഷ്യസ് റോക്കുണ്ട് അല്ലേ. ഏതാണ് ഇവിടെ ആൻസർ വരിക? ആൻസർ ഏതാണ്ട് വരിക? നമുക്കറിയാം സ്ലേറ്റ് ഇവിടെ ഓപ്ഷൻ ബിയും വരാം, അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും വരാം അല്ലേ. ഓപ്ഷൻ ബിയും ഡിയും വരാം. മെറ്റമോർഫിക്കിൻ്റെ എക്സാമ്പിളാണ് സ്ലേറ്റ് അല്ലേ. സ്ലേറ്റ് നമുക്ക് ഏതിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഷെയ്ലിൽ നിന്നാണ് നമുക്ക് സ്ലേറ്റ് ഫോം ചെയ്യുന്നത് അല്ലേ. ഷെയ്ലിൽ നിന്നാണ് നമുക്ക് സ്ലേറ്റ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഷെയ്ലിൻ്റെ മറ്റൊരു പേരുണ്ട്. ഷെയ്ലിൻ്റെ മറ്റൊരു പേരെന്താണ്? നമുക്ക് മഡ് സ്റ്റോൺ എന്ന് പറയാം. ഓക്കെ, ഷെയ്ലിൻ്റെ നമുക്ക് മറ്റൊരു പേര് പറയുന്നത് മഡ് സ്റ്റോൺ എന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു സ്ലേറ്റ് നമുക്ക് അർജിലേഷ്യസ് റോക്കിൻ എക്സാമ്പിളാണ് അല്ലേ. സ്ലേറ്റ് നമുക്ക് അർജിലേഷ്യസ് റോക്കിൻ എക്സാമ്പിളാണ്. ഈ അർജിലേഷ്യസ് റോക്കിൻ്റെ മറ്റ് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? നമുക്ക് സ്ലേറ്റ് പറയാം, അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ലാറ്ററൈറ്റ് ഉണ്ട് അല്ലേ. ലാറ്ററൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷിസ്റ്റ് ഉണ്ട്. സിസ്റ്റ് നമ്മുടെ അർജിലേഷ്യസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കയോലിൻ. ഓക്കെ, കയോലിന് നമ്മുടെ അർജിലേഷ്യസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മുടെ മെറ്റമോർഫിക്കിൻ്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണുള്ളത്? മെറ്റമോർഫിക്കിന് നമുക്ക് നീസ് ഉണ്ട്, മാർബിള്, അതുപോലെ തന്നെ കോട്സൈറ്റ് ഉണ്ട്, ദെൻ ഷിസ്റ്റ് ഉണ്ട്, ലാറ്ററൈറ്റ് ഉണ്ട്, സ്ലേറ്റ് ഉണ്ട്. അതൊക്കെ നമ്മുടെ മെറ്റമോർഫിക്കിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫൈലൈറ്റ്. ഓക്കെ, ഫൈലൈറ്റ് എന്നത് നമ്മുടെ മെറ്റമോർഫിക്കിന് എക്സാമ്പിൾ. ഇതൊക്കെ ഈ ഒരു ഫൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ എക്സാമ്പിളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോണിൻ്റെ ക്ലാസ് നമ്മുടെ ഈ ഒരു ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത് പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ ഒരു സ്റ്റോൺ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സ്റ്റോണിൻ്റെ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ കുറേ നമ്മുടെ ഈ ഒരു ഇഗ്നിയസ് റോക്കിനായാലും അതുപോലെ തന്നെ അർജിലേഷ്യസ് റോക്ക്, അതുപോലെ തന്നെ അങ്ങനെ എല്ലാ ടൈപ്സ് റോക്കിനും കുറേയധികം പുതിയ എക്സാമ്പിളുകൾ ആ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റോക്സ് ഹാവിങ് ക്ലേ ആസ് മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ആർ നോൺ ആസ്. ഓക്കെ, ക്ലേ മെയിൻ കോൺസ്റ്റിറ്റ്യൂൻ്റായിട്ട് വരുന്നത് ഏതാണ് വരുന്നത്? ഓപ്ഷനിൽ മെറ്റമോർഫിക് ഉണ്ട്, അതുപോലെ തന്നെ ഇഗ്നിയസ് റോക്ക് ഉണ്ട്, കാൽക്കേരിയസ് റോക്ക് ഉണ്ട്, അർജിലേഷ്യസ് റോക്ക് ഉണ്ടല്ലേ. അർജിലേഷ്യസ് റോക്ക് ഉണ്ട്. ഇതിലേതാണ് ആൻസർ വരിക? ക്ലേ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് ഏത് റോക്കാണതാ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. അർജിലേഷ്യസ് റോക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ക്ലേ അല്ലെങ്കിൽ വേറെ ഏത് പറയാം? ക്ലേ അല്ലെങ്കിൽ നമുക്ക് പറയാം അലുമിന. ഓക്കെ, ക്ലേ അല്ലെങ്കിൽ നമുക്ക് പറയാം അലുമിന. ക്ലേയോ അലുമിനയോ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ അർജിലേഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ നേരത്തെ കണ്ടു.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം, കെമിക്കലി വിച്ച് റോക്ക് ഈസ് കാൽക്കാരീസ് റോക്ക്? ഓക്കെ, കെമിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് ചോദിച്ചിരിക്കുന്നത്. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ കാൽക്കാരീസ് റോക്ക് ഏതെന്നാണ് പറയുന്നത്. കാൽക്കാരീസ് റോക്ക് ഏതെന്നാണ് പറയുന്നത്? ഓപ്ഷനിൽ ഗ്രാനൈറ്റ് ഉണ്ട്, സിലിക്കയുണ്ട്, അതുപോലെ തന്നെ മാർബിൾ ഉണ്ട്, അതുപോലെ തന്നെ ആൾ ഓഫ് ദീസും ഉണ്ട്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, മാർബിളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ മാർബിൾ കാൽക്കാരീസ് റോക്കിൻ്റെ എക്സാമ്പിളായിട്ടാണ് വരിക. ഈ കാൽക്കാരീസ് റോക്കിൽ എന്തിൻ്റെ കണ്ടൻറ്റാണ് ഉണ്ടാവുള്ളത്? നമുക്ക് കാൽസ്യം കാർബണേറ്റിൻ്റെ കണ്ടൻറ്റാണ് ഉള്ളത് അല്ലേ? കാൽസ്യം കാർബണേറ്റിൻ്റെ കണ്ടൻറ്റാണ് നമ്മുടെ ഈ ഒരു കാൽക്കാരീസ് റോക്കിൽ ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റമോർഫിക് റോക്കിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഗ്രാനൈറ്റ് ഉണ്ട്, ലൈംസ്റ്റോൺ ഉണ്ട്, സ്ലേറ്റ് ഉണ്ട്, ഡോളമൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? മെറ്റമോർഫിക്കിൻ്റെ എക്സാമ്പിൾ വരിക? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്മുടെ സി ആണല്ലേ. ഓപ്ഷൻ സി, സ്ലേറ്റ് ആണ് വരിക. മെറ്റമോർഫിക് റോക്കിന് ഏതാണ് വരിക? ഓപ്ഷൻ സി, സ്ലേറ്റ് ആണ് വരിക. ഇനി ഗ്രാനൈറ്റ് ഏതിൻ്റെ എക്സാമ്പിളാണ്? നമുക്കറിയാം, ഗ്രാനൈറ്റ് നമ്മുടെ ഇഗ്നൈസ് റോക്കിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈംസ്റ്റോൺ ഏതിന് എക്സാമ്പിളാണ്? ലൈംസ്റ്റോൺ നമ്മുടെ സെഡിമെൻ്ററി റോക്കിന് എക്സാമ്പിളാണ് അല്ലേ? സെഡിമെൻ്ററി റോക്കിന് എക്സാമ്പിളാണ് നമ്മുടെ ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ഇനി ഡോളമൈറ്റ് ഏതിൻ്റെ എക്സാമ്പിളാണ്? ഡോളമൈറ്റ് നമുക്ക് ഏതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്? നമ്മുടെ കാൽക്കാരീസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് അല്ലേ? കെമിക്കൽ ക്ലാസിഫിക്കേഷനുള്ള കാൽക്കാരീസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് ഡോളമൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ഫോളിയേറ്റഡ് റോക്ക്. ഓക്കെ, ഫോളിയേറ്റഡ് റോക്കിന് എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ നീസ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, ബസാൾട്ട് ഉണ്ട്, സാൻഡ് സ്റ്റോൺ ഉണ്ട് അല്ലേ? ഏതാണ് ഇവിടെ ആൻസർ? ആൻസർ ഏതാ വരിക? ഫോളിയേറ്റഡ് റോക്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു എക്സാമ്പിളെ പഠിച്ചിട്ടുള്ളൂ. ഫോളിയേറ്റഡ് റോക്കിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, നീസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, മോസ്റ്റ് വെതർ റെസിസ്റ്റിംഗ് മെറ്റമോർഫിക് റോക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് വെതർ റെസിസ്റ്റിംഗ് മെറ്റമോർഫിക് റോക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ലൈംസ്റ്റോൺ ഉണ്ട്, സ്ലാറ്റ് ഉണ്ട്, മാർബിൾ ഉണ്ട്, കോഡ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരിക? ആൻസർ നമുക്ക് പറയാം, ഓപ്ഷൻ ഡി ആണ്. കോഡ്സൈറ്റ് ആണ് മോസ്റ്റ് വെതർ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് വെതർ മെറ്റമോർഫിക് റോക്ക് ഏതെന്ന് ചോദിച്ചാൽ കോഡ്സൈറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ആ ഒരു മെറ്റമോർഫിക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെർമൽ മെറ്റമോർഫിസം ഉണ്ട്, അതുപോലെ തന്നെ കാറ്റക്ലാസ്റ്റിക് മെറ്റമോർഫിസം ഉണ്ട്, ഡൈനാമോ തെർമൽ മെറ്റമോർഫിസം ഉണ്ട്, പ്ലൂട്ടോണിക് മെറ്റമോർഫിസം ഉണ്ടല്ലേ. അതൊക്കെ എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? നമ്മുടെ തെർമൽ മെറ്റമോർഫിസം ഡ്യൂ ടു ഹീറ്റ് കാരണമാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ കാറ്റക്ലാസ്റ്റിക് ആണെങ്കിലോ അത് ഡ്യൂ ടു പ്രഷറാണ്. ഈ ഒരു കാറ്റക്ലാസ്റ്റിക് പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാറ്റക്ലാസ്റ്റിക് മെറ്റമോർഫിസം അത് ഡ്യൂ ടു പ്രഷറാണ് അവിടെ കാരണമായിട്ട് വരുന്നത്. ഇനി ഡൈനാമോ തെർമൽ മെറ്റമോർഫിസം ഡ്യൂ ടു ഹീറ്റ് ആൻഡ് സ്ട്രെസ് ആണ്. ഓക്കെ, ഡ്യൂ ടു ഹീറ്റ് ആൻഡ് സ്ട്രെസ് ആണ്. പിന്നെ അടുത്ത് പ്ലൂട്ടോണിക് മെറ്റമോർഫിസം ഡ്യൂ ടു ഹീറ്റ് ആൻഡ് പ്രഷറാണ്. ഓക്കെ, ആ ഒരു കാര്യങ്ങളോട് അവിടെ ഓർമ്മിക്കുക. ദെൻ എട്ടാമത്തെ ചോദ്യം, ദ റോക്ക് ഹാവിങ് ക്ലേ ആസ് ദെയർ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ്. ക്ലേ നമുക്ക് മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അർജിലേഷ്യസ് റോക്കാണ് നമുക്ക് ക്ലേ മോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞു ക്ലേയും അതുപോലെ തന്നെ അലുമിനിയം അവിടെ മേജർ കോൺസ്റ്റന്റ് ആയിട്ട് വരാം. ഓക്കെ, ദെൻ ഒൻപതാമത്തെ ചോദ്യം, ദ പ്രിപ്പറേഷൻ ഓഫ് സർഫേസ് ഓഫ് സ്റ്റോൺ ടു ഒബ്റ്റെയിൻ പ്ലെയിൻ എഡ്ജസ് ഓർ ടു ഒബ്റ്റെയിൻ സ്റ്റോൺ ഓഫ് റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷനിൽ ബ്ലാസ്റ്റിംഗ് ഓഫ് സ്റ്റോൺ ഉണ്ട്, സീസണിങ് ഉണ്ട്, ഡ്രസ്സിംഗ് ഉണ്ട്, കോറിംഗ് ഉണ്ട് അല്ലേ? ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് നമുക്കറിയാം ഓപ്ഷൻ സി ആണ്, ഡ്രസ്സിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ പത്താമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ് ഓഫ് കോറിയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ കോസ്റ്റ്ലി സോഫ്റ്റ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് റോക്ക് സച്ച് as സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ലാറ്ററൈറ്റ്, മാർബിൾ ആൻഡ് സ്ലാറ്റ്. ഓക്കെ, ഇതിലേതാ വരിക? ഓപ്ഷനിൽ വെഡ്ജിങ് ഉണ്ട്, എക്സ്കവേറ്റിംഗ് ഉണ്ട്, ബ്ലാസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹീറ്റിംഗ് ഉണ്ടല്ലേ. ഏതാ വരിക? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ സ്യൂട്ടബിൾ ഫോർ കോസ്റ്റ്ലി സോഫ്റ്റ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്നാണ് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, വെഡ്ജിങ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
നമുക്ക് ഈ ഒരു വെഡ്ജിങ് നമുക്ക് 2 ടൈപ്സ് ഉണ്ടല്ലേ, പ്ലഗും ഉണ്ട് അതുപോലെ തന്നെ ഫെദറും ഉണ്ട്. വെഡ്ജിങ് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, പ്ലഗും ഉണ്ട് ഫെദറും ഉണ്ട്. പ്ലഗ് ആണെങ്കിലോ കോണിക്കൽ സ്റ്റീൽ വെഡ്ജ് അറ്റ് ദ സെൻറ്റർ, ആ ഒരു സെൻറ്ററിൽ ഒരു കോണിക്കൽ സ്റ്റീൽ വെഡ്ജ് ഉണ്ടാവും. ഫെദർ ആണെങ്കിലോ ഫ്ലാറ്റ് സ്റ്റീൽ വെഡ്ജ് കർവ്ഡ് അറ്റ് ദ ടോപ്പ്, അതാണ് ഫെദർ എന്ന് പറയുന്നത്. ആ 2 പേര് കൂടെ അവിടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. വെഡ്ജ് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, 2 ടൈപ്സ് വെഡ്ജസ് ഉണ്ട്, പ്ലഗും ഉണ്ട് ഫെദറും ഉണ്ട്. ഓക്കെ, then next question, in which type of dressing are only the edges of a stone block leveled with the help of hammer? ഹാമറിൻ്റെ ഹെൽപ്പിൽ നമ്മൾ ആ ഒരു എഡ്ജസ് ഒക്കെ ലെവൽ ചെയ്യുന്ന പ്രോസസ്സ് ഡ്രസ്സിങ് ടൈപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ പിച്ച്ഡ് ഡ്രസ്സിംഗ് ഉണ്ട്, ഹാമർ ഡ്രസ്സിംഗ് ഉണ്ട്, റഫ് ടൂളിംഗ് ഉണ്ട്, ചിസൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് അല്ലേ. ഇതിലേതാണ് ആൻസർ വരിക? കമൻറ്റ് ചെയ്തേ. ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? പിച്ച്ഡ് ഡ്രസ്സിംഗ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ഹെൽപ്പ് ഓഫ് ഹാമർ എന്ന ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് കൊണ്ട് ഹാമർ ഡ്രസ്സിങ്ങിലോട്ട് ആൻസർ പോകരുത്. ഇവിടെ പറയുന്നുണ്ട് ഹെൽപ്പ് ഓഫ് ഹാമർ വിച്ച് പറയുന്നത് ഓൺലി ദ എഡ്ജസ് ഓഫ് സ്റ്റോൺ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഓൺ ചെയ്ത ഓൺലി ദ എഡ്ജസ് ഓഫ് സ്റ്റോൺ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. സോ ആൻസർ വരുന്നത് പിച്ച്ഡ് ഡ്രസ്സിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, then next question, the type of finish in which irregular type of singing is done in the central portion of the stone. Okay, the type of finish in which irregular type of singing is done in the central portion of the stone എന്നാണ്. ഓപ്ഷനിൽ പഞ്ചേഡ് ഫിനിഷ് ഉണ്ട്, റെക്ടിക്കുലേറ്റഡ് ഫിനിഷ് ഉണ്ട്, വെർമിക്കുലേറ്റഡ് ഫിനിഷ് ഉണ്ട്, പിക്ഡ് ഫിനിഷ് ഉണ്ട് അല്ലേ. ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കുക. ഓപ്ഷനിൽ പഞ്ചഡ് ഫിനിഷ് ഉണ്ട്, റെക്ടിക്കുലേറ്റഡ് ഫിനിഷ് ഉണ്ട്, അതുപോലെ തന്നെ വെർമിക്കുലേറ്റഡ് ഫിനിഷ് ഉണ്ട്, പിക്ഡ് ഫിനിഷ് ഉണ്ട്. ഇതിലെ ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് റെക്ടിക്കുലേറ്റഡ് ഫിനിഷ് ആണ്. ഓപ്ഷൻ ബി ആണ്, റെക്ടിക്കുലേറ്റഡ് ഫിനിഷ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഈ പഞ്ചഡ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചഡ് ഫിനിഷ് നമ്മൾ ആ ഒരു പഞ്ചിങ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പഞ്ചഡ് ഫിനിഷ് എന്ന് പറയുന്നത്. ഇനി വെർമിക്കുലേറ്റഡ് ആണെങ്കിലോ, വെർമിക്കുലേറ്റഡ് കർവ്ഡ് സിംഗിങ് ആണല്ലേ. കർവ്ഡ് നമ്മുടെ ആ ഒരു റെക്ടിക്കുലേറ്റഡ് പോലെ തന്നെയാണ്, പക്ഷേ കർവ്ഡ് സിംഗിങ് ആണ് ഫോംഡ് ആണെങ്കിൽ അത് നമ്മുടെ വെർമിക്കുലേറ്റഡ് ആണ്. ഈ ഒരു റെക്ടിക്കുലേറ്റും വെർമിക്കുലേറ്റും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. റെക്ടിക്കുലേറ്റഡ് ആണെങ്കിൽ ഇറഗുലർ സിംഗിങ് ആണ് നമ്മുടെ ഇറഗുലർ സിംഗിങ് അറ്റ് ദ സെൻട്രൽ പോർഷൻ ആണല്ലേ. ഇറഗുലർ സിംഗിങ് അറ്റ് ദ സെൻട്രൽ പോർഷൻ ആണ്. ഇനി വെർമിക്കുലേറ്റഡ് ആണെങ്കിൽ കർവ്ഡ് സിംഗിങ് എന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വെർമിക്കുലേറ്റഡ് സിംഗിങ് എന്ന് പറയാം. ഓക്കെ, ആ 2 വേർഡ് മാറിപ്പോകരുത്. അപ്പോൾ ഇവിടെ ആൻസർ റെക്ടിക്കുലേറ്റഡ് ഫിനിഷ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 13ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ വൺ വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ കോറിങ്. കോറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഗൺ പൗഡർ, ഗൺ കോട്ടൺ, മാർബിൾ പൗഡർ, ഡൈനാമൈറ്റ്. ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് മാർബിൾ പൗഡർ ആണ്. ഓപ്ഷൻ സി ആണ്, മാർബിൾ പൗഡർ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 14ാമത്തെ ചോദ്യം, ദ ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ ഈസ് ഡൺ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ ഈസ് ഡൺ. ഓപ്ഷനിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോറിംഗ് ഉണ്ട്, ആഫ്റ്റർ സീസണിങ് എന്നുണ്ട്, ആഫ്റ്റർ 3 months ഓഫ് കോറിംഗ് ഉണ്ട്, ജസ്റ്റ് ബിഫോർ ബിൽഡിംഗ്. ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ ഏതാണ് വരിക? ആൻസർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോറിംഗ് ആണ്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 15ാമത്തെ ചോദ്യം, ഡേഷ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോറിങ് സ്മാൾ തിൻ ആൻഡ് റെഗുലർ ബ്ലോക്ക് ഓഫ് സ്റ്റോൺ ഫ്രം റോക്ക് സച്ചസ് ഗ്രാനൈറ്റ് ആൻഡ് നീസ്. ഓക്കെ, മോസ്റ്റ് സ്യൂട്ടബിൾ കോറിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനത്തെ ടൈപ്പാണ്? സ്മാൾ തിൻ ആൻഡ് റെഗുലർ ബ്ലോക്സിനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? വെഡ്ജിങ് ഉണ്ട്, ബോറിംഗ് ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, ചാനലിംഗ് ഉണ്ട് അല്ലേ. ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? നമുക്കറിയാം ഹീറ്റിംഗ് ആണല്ലേ. ഹീറ്റിംഗ് ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഹീറ്റിംഗ് ആണ് അവിടെ കറക്റ്റ് ആൻസർ വരിക. ഈ ഒരു വെഡ്ജിങ്ങും ബോറിങ്ങും ഒക്കെ ചാനലിംഗ് ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സ്റ്റോണിൻ്റെ ക്ലാസ്സിലും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഹീറ്റിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 16ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൗൾഡിംഗ് എ മിക്സ്ചർ ഓഫ് അയൺ സ്ലാഗ് ആൻഡ് പോർട്ട്ലാൻഡ് സിമൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്നോട് വായിക്കുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മോൾഡിംഗ് എ മിക്സ്ചർ ഓഫ് അയൺ സ്ലാഗ് ആൻഡ് പോർട്ട്ലാൻഡ് സിമൻറ്റ്. ഏതാണ്? ഓപ്ഷനിൽ ഇമ്പീരിയൽ സ്റ്റോൺ ഉണ്ട്, ഗാർലിക് സ്റ്റോൺ ഉണ്ട്, റാൻസം സ്റ്റോൺ ഉണ്ട്, വിക്ടോറിയ സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത്
ആൻസർ ഗാർലിക് സ്റ്റോൺ ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഗാർലിക് സ്റ്റോൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു ഗാർലിക് സ്റ്റോൺ ആണ് നമ്മൾ ഈ ക്വസ്റ്റിനിൽ കാണുന്നത് പോലെ അയൺ സ്ലാഗും സിമൻറ്റ്, പോർട്ട്ലാൻഡ് സിമൻറ്റും വരുന്നത്. ഇനി ഇമ്പീരിയൽ സ്റ്റോൺ ആണെങ്കിലോ, ഇമ്പീരിയൽ സ്റ്റോൺ ആണെങ്കിൽ അവിടെ ഏതൊക്കെ വരാം? ഇമ്പീരിയൽ സ്റ്റോണിൽ ഏതൊക്കെ വരാടാ? അവിടെ നമുക്ക് ഗ്രാനൈറ്റ് വരാം. ഓക്കെ, ഗ്രാനൈറ്റ് വരാം, അതുപോലെ തന്നെ സോഡിയം സിലിക്കേറ്റ് വരാം. ഓക്കെ, സോഡിയം സിലിക്കേറ്റ് വരാം, അതുപോലെ തന്നെ സിമൻറ്റ് വരാം. ഈ 3 ഘടകങ്ങളുള്ളതാണ് നമ്മുടെ ഇമ്പീരിയൽ സ്റ്റോൺ. ഇമ്പീരിയൽ സ്റ്റോൺ ഏതൊക്കെ ഉണ്ട്? ഗ്രാനൈറ്റ് ഉണ്ട്, സോഡിയം സിലിക്കേറ്റ് ഉണ്ട്, സിമൻറ്റ് ഉണ്ട്. ഇനി വിക്ടോറിയ സ്റ്റോൺ ആണെങ്കിലോ, വിക്ടോറിയ സ്റ്റോൺ അവിടെ ഏതൊക്കെ പറയാം നമുക്ക്? വിക്ടോറിയ സ്റ്റോണിൽ ഗ്രാനൈറ്റ് വരുന്നു. ഓക്കെ, ഗ്രാനൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സോഡിയം സിലിക്കേറ്റ് വരും. ഓക്കെ, സോഡിയം സിലിക്കേറ്റ് വരും. ഇത്രയാണ് വിക്ടോറിയ സ്റ്റോണിൽ. വിക്ടോറിയ സ്റ്റോണിൽ ഗ്രാനൈറ്റും സോഡിയം സിലിക്കേറ്റും വരും. ഇനി റാൻസം സ്റ്റോൺ ആണെങ്കിലോ, റാൻസം സ്റ്റോണിൽ നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ സോഡിയം സിലിക്കേറ്റും അതുപോലെ തന്നെ സിമൻറ്റും വരും. സോഡിയം സിലിക്കേറ്റ് പ്ലസ് സിമൻറ്റ് വന്നാൽ അത് റാൻസം സ്റ്റോൺ ആണ്. റാൻസം സ്റ്റോണിലാണ് സോഡിയം സിലിക്കേറ്റും സിമൻറ്റും വരുന്നത്. ഓക്കെ, ഗാർലിക് സ്റ്റോൺ ഓർബിറ്റ്. ഗാർലിക് സ്റ്റോൺ നമുക്ക് നമ്മുടെ ഈ ഒരു ഓവർസിയർ ലെവൽ എക്സാമിലേക്ക് റിപ്പീറ്റ് മിക്ക ക്വസ്റ്റ്യനും കാണാറുണ്ട്. ഗാർലിക് സ്റ്റോൺ എന്ന് പറയുന്നത് അയൺ സ്ലാഗും അതുപോലെ തന്നെ സിമൻറ്റും വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 സ്റ്റോൺസ് മോർ സ്കെയിൽ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ. മോർ സ്കെയിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷനിൽ ഫ്ലാക്കിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡിനെസ് ഉണ്ട് അല്ലേ. ഏതാണ് ആൻസർ വരിക? നമുക്കറിയാം ഹാർഡിനെസ് ആണ്. ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ഹാർഡിനെസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു ഹാർഡ്നെസ്സിൻ്റെ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ടാൽക്കാണല്ലേ. ടാൽക്ക്, അത് കഴിഞ്ഞ് നമ്മുടെ ജിപ്സം വരും. ഓക്കെ, ജിപ്സം വരും. ആ ഓർഡർ പറയുകയാണെങ്കിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് ടാൽക്കാണ്, രണ്ടാമത് ജിപ്സം ആണ്, അടുത്ത് നമ്മുടെ കാൽസൈറ്റ് വരും അല്ലേ. കാൽസൈറ്റ് വരും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറൈറ്റ് വരും. ഫ്ലോറൈറ്റ് വരും. അതുപോലെ അത് കഴിഞ്ഞാൽ അപ്പറ്റൈറ്റ് വരും. ഓക്കെ, അപ്പറ്റൈറ്റ്. ദെൻ അതുപോലെ തന്നെ ഓർത്തോഗ്ലോസ് വരും. ഓർത്തോഗ്ലൈസ് വരും. ദെൻ അടുത്ത് വരുന്നത് ഏതാണ്? കോഡ്സ്. ഓക്കെ, അടുത്ത് വരുന്നതാണ് നമ്മുടെ കോഡ്സ്. ദെൻ അടുത്ത് വരുന്നതാണ് നമ്മുടെ ടോപ്പസ് വരും. ദെൻ അടുത്ത് നമ്മുടെ കൊറണ്ടം വരും. ലാസ്റ്റ് ഏറ്റവും ഹാർഡസ്റ്റ് ഏതാണ്? ഹാർഡസ്റ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്, അത് നമ്മുടെ ഡയമണ്ട് ആണ്. ഓക്കെ, അപ്പം ഈ ഓർഡർ നോക്കി വെച്ചിരിക്കുക. ഏറ്റവും ഹാർഡസ്റ്റ് ആയത് ഡയമണ്ട് ആണ്, ഏറ്റവും സോഫ്റ്റ് ആയത് ടാൾക്കാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇത് പഠിക്കാനൊക്കെ ആയിട്ട് ഞാനൊരു കോഡ് നമ്മുടെ ആ ഒരു സ്റ്റോണിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് ഓർമ്മിക്കാം. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഈ ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടുതലും കണ്ട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ഹാർഡസ്റ്റ് സ്റ്റോൺ ഏതെന്ന് ചോദിച്ചാൽ ഡയമണ്ട് പറയാം, ഏറ്റവും സോഫ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ടാൽക്കും പറയാം. ആ 2 ചോദ്യങ്ങളാണ് കണ്ടുവരാറുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സെലക്ടിങ് ബിൽഡിംഗ് സ്റ്റോൺ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതാണ്. സീസണിങ് ഓഫ് സ്റ്റോൺ ഈസ് എസെൻഷ്യൽ ആൻഡ് ഈസ് ഡൺ ബൈ സോക്കിംഗ് ഇൻ വാട്ടർ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? അല്ല, നമ്മൾ സ്റ്റോണൊക്കെ നമ്മൾ സീസണിങ് ചെയ്യാനായിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കാറില്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ ഈസ് ടു ബി മോർ ദാൻ 2.7. അത് കറക്റ്റാണ്. പോറോസിറ്റി ഓഫ് സ്റ്റോൺ അഫക്റ്റഡ് ഈസ് ഡ്യൂറബിലിറ്റി. അത് കറക്റ്റാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നാലാമത്തെ പറയുന്നത് ക്ലൈമറ്റ് കണ്ടീഷൻ ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് സ്റ്റോൺ ടു ബി യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. ഓക്കെ, അതും കറക്റ്റാണല്ലേ. അത് കറക്റ്റാണോ? നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇതിലേതും ചോദിച്ചിരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. സോ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോയിട്ട് 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ്. സോ നമുക്ക് ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം. 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റോണിലുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ സ്റ്റോൺ മാത്രമല്ല, സിമെൻ്റ് ആയിക്കോട്ടെ, ബ്രിക്ക് ആയിക്കോട്ടെ, ഏകദേശം കുറേ സബ്ജക്റ്റുകൾ ടോപ്പിക് വൈസുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ PYQ ആൻഡ് MCQ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാമിനുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതൊക്കെ നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഫ്രീ ആയിട്ടാണ് അത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഗ്രേഡ് എക്സാം, അതുപോലെ തന്നെ ജൂലൈയിൽ നമുക്ക് സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡൊക്കെ എക്സാം വരുന്നുണ്ട്. അതിനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.